ഈ തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊന്നും വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. സാധാരണ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതും ഒരുപാട് അയാൾ പറഞ്ഞതിലൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ശബരിമല വിഷയം ഇല്ലായിരുന്നിട്ട് കൂടിയും BJP CPM നിന്നും വോട്ട് ഒരുപാട് ഒഴുകുന്നതാണ്. എന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇത്രയും കാലം എല്ലാവരും എല്ലാ കമ്മിറ്റികളിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ ചോദിക്കുന്നത് അവിടെ എൻ്റെ ഒരു കൗതുകം അവിടെയല്ല, എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? അതായത് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എല്ലായിടത്തും ഇത് ചർച്ചയായ അതേ പോയിന്റുകൾ, വേറെ ഒരു പുതിയ ഒന്നും ഇല്ലാതെ ഇദ്ദേഹത്തിന് ഇത് കമ്മിറ്റിയിൽ പറയാമായിരുന്നു. സംസ്ഥാന സമിതിയിൽ അദ്ദേഹം പിന്നെ ദേശീയ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ പറയേണ്ട കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് ജനങ്ങളെ അറിയിക്കുന്നത് കമ്മിറ്റിക്കകത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും കമ്മിറ്റിയിൽ ഇത് പറയാനുള്ള ധൈര്യമില്ല എന്നും രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. എന്തായിരിക്കും? തമിഴിലെ പാട്ടുണ്ട്, പൂക്കള വെള്ളി പറത്ത് പറത്ത് ഓട്ടോഗ്രാഫ് കേട്ട് കേട്ട് എന്ന് പാട്ടുണ്ട്. അത് എന്താണ് ഗുരുവായൂർ അമ്പലനട എന്ന സിനിമ രണ്ടാമത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ജോളിയായിട്ട് എടുത്താൽ മതി. അത് ഐസക്ക് അങ്ങനെ വലുതും പറയും. ഈ ഐസക്ക് പറഞ്ഞാൽ എന്തോന്ന് പുതുമ, അത് ആദ്യം നമ്മളാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യം. പിന്നെ അതിനുശേഷം പലരും ഡിസ്കസ് ചെയ്തു. ഐസക്കിന് ഇത് അറിയായിട്ടാണോ? ഐസക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഐസക്കിന് ഒരു തട്ടുകേട് പറ്റുമ്പോൾ ഈ ലീഡർഷിപ്പിന് എതിരാണ് പൊതുസമൂഹം പാർട്ടി എന്നൊക്കെ തോന്നുമ്പോൾ ഐസക്ക് അതിൻ്റെ മുന്നിൽ കയറി അടിക്കാൻ വേണ്ടിയിട്ട് ശരിയില്ലാത്ത പരിപാടിയാണ്. ഇനി പിണറായി വളരെ ശക്തനാണ്, ലീഡർഷിപ്പ് ശക്തനാണ്, ഗവൺമെൻറ് ശക്തനാണ്, ഇങ്ങനെ അടുത്ത പുസ്തകം ഇനി എന്ത് ലാവലിൻ എന്ന പുസ്തകം എഴുതി വരും. അതുകൊണ്ട് അയാൾ പറയുന്ന വലിയ കാര്യം നടക്കണം. അയാൾക്ക് അവനവൻ്റെ കാര്യമുള്ളൂ. ആദ്യമൊക്കെ എനിക്ക് അയാൾ വലിയ ബഹുമാനമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, ദേശീയ കമ്മിറ്റി അംഗമാണ്. അയാൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, അതൊരു ഒരു സന്ദേശം, അത് അണികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതി, അതൊരു കമ്മ്യൂണിസ്റ്റ്. ചില ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്, അവർ വലിയ കളിക്കാരൊന്നായിരിക്കില്ല, പക്ഷേ എങ്ങനെയെങ്കിൽ അത്യാവശ്യം ഫുട്ബോൾ അറിയും, ഏവറേജ് കളിക്കാരായിരിക്കും. എന്തിന് വെറുതെ ഇങ്ങനെ ഗോൾ പോസ്റ്റ് പോയി നിൽക്കും. അങ്ങനെ മിഡ്ഫീൽഡ് സിദാനോ അല്ലെങ്കിൽ മറഡോണയൊക്കെ ബോൾ തട്ടിക്കൊടുക്കും. എന്നിട്ട് അതുകൊണ്ട് അത് ചുളിയിൽ ഒരു ഗോളാക്കി മാറ്റുന്നതാണ്. അതാണ് ഐസക്ക്. ഇതാണ് പരിപാടി. ശ്രദ്ധിക്കപ്പെടണം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് പിണറായി കഴിഞ്ഞിട്ട് അടുത്ത ലീഡർഷിപ്പ് വരും. അതാണ് പോയിന്റ്, ശ്രദ്ധിക്കപ്പെടണം. അത്രേ ഉള്ളൂ. ഈ ഇതിനു വേണ്ടി ഗാലറിക്ക് വേണ്ടിയുള്ള കളിയേ ഉള്ളൂ. ഐസക്കിന് കൺസിസ്റ്റന്റ് നിലപാടില്ല. അവിടെയാണ് ബേബീനെ നമ്മൾ കാണേണ്ട കാര്യം. ബേബി ഒരു കാരണവശാലും നിങ്ങൾ ഒരു സാധനം കമ്മിറ്റിയിലൊക്കെ ബേബി അറിയും, പുറത്ത് അറിയില്ല. അപ്പോൾ ബേബീൻ്റെ വർത്തമാനം നമുക്ക് പാട്ട് പാടാൻ തോന്നുന്നില്ല, നമ്മളത് കേട്ടുകൊണ്ടിരിക്കും. അത് പറയുന്നത് നമുക്ക് എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാം. പക്ഷേ ബേബി ഒരിക്കലും പാർട്ടിയുടെ കാര്യങ്ങൾ പുറത്ത് മീഡിയൻ്റെ മുന്നിൽ പോയിട്ട് ദുർബലരാകുമ്പം പറയാൻ നിൽക്കില്ല. പാർട്ടി ദുർബലമാകും. ഐസക്ക് അതല്ല. ഐസക്ക് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഗോൾ കിട്ടി. ഇതുകൊണ്ട് തന്നെയാണ് ഐസക്ക് ക്ലച്ച് പിടിക്കാത്തത്. ഇതുകൊണ്ടാണ് പിണറായി അടുപ്പിക്കാത്തത്. വിശ്വസിക്കാൻ പറ്റണ്ടേ? എന്നാൽ ബാലഗോപാലിന് ഈ പ്രശ്നമല്ലല്ലോ, വേറെ ആർക്കും ഈ പ്രശ്നമില്ലല്ലോ. രാജീവിനില്ല, ബേബിക്കില്ല, വിജയരാഘവനില്ല, മൂപ്പർക്കല്ലേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് ബോധം അദ്ദേഹം ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതിലൊന്നും ഒരു പുതുമയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായി. മാത്രമല്ല ഈ കാര്യം മുമ്പേ ഇദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല ഇന്ന് ഒരു പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിയ ഒരു ഘടകമാണ് ആന്റി ഇൻകംബൻസി വരെ. അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനാണ് കാരണക്കാരൻ ഐസക്കല്ലേ കഴിഞ്ഞ ധനകാര്യമന്ത്രി അയാളായിരുന്നില്ലേ? അന്നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇഷ്ടംപോലെ ഫണ്ട് മേടിച്ചു കൂട്ടിയത്. അതിന് തിരിച്ചടവ് എല്ലാം കൂടി ആയിട്ടല്ലേ ഇപ്പം പ്രോബ്ലമായി കിടക്കുന്നത്. കേന്ദ്രത്തിൻ്റെ അത് വേറെ ഒരു കാര്യം. പക്ഷേ ഇത് പിണറായി സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല. ഐസക്ക് അതിന് ധനകാര്യം കൈകാര്യം ചെയ്ത്. പിണറായിക്ക് ഒരു ഗുണമെന്നുള്ള വെച്ചാൽ കൊള്ളാവുന്ന വിവരം ഉണ്ടെന്ന് പിണറായി കരുതുന്ന ആളുകൾ, പിണറായിക്ക് തോന്നണേ, കരുതുന്ന ചില ആളുകൾ കാര്യങ്ങൾ വന്നാൽ മൂപ്പരെടുക്കും. മൂപ്പരെ ഒരു ഡയറിയിൽ എഴുതിയെടുത്ത് മൂപ്പരെ ആലോചിച്ചിട്ട് മൂപ്പരെ നടപ്പാക്കാൻ പോയി. ഐസക്കല്ലേ കൊണ്ടുവച്ച് കുളത്തേക്ക് അടിച്ചു കൊടുത്തത്. അതുകൊണ്ടല്ലേ ഇപ്പോൾ പൈസ ഇല്ലാത്തത്. അതുകൊണ്ടല്ലേ ക്ഷേമ പെൻഷൻ മുടങ്ങി. അതാണ് ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ച ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് കിട്ടുന്നിടത്ത് എല്ലാം കടം മേടിച്ച് എങ്ങനെ തിരിച്ചടിക്കും? കടം നല്ലതാണെന്നത് എങ്ങനെ? കടം നല്ലതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമ്പോൾ. അല്ലെങ്കിൽ അതിനുള്ള വേറെ എന്തെങ്കിലും സോഴ്സ് ഉണ്ടാകണം. ഈ സോഴ്സ് ഒന്നും ഇല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഒക്കെ റിസൾട്ട് കിട്ടാൻ 50 വർഷമൊക്കെ എടുക്കും, 50-25 വർഷമെങ്കിലും എടുക്കും. ഇപ്പോൾ നെഹ്റു അന്ന് ചെയ്തതിന്റെ ഗുണമാണ് ഇപ്പോൾ മോഡി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റു അന്ന് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ഇപ്പം കിട്ടുന്നത് മോഡിക്കാണ്. ഈ സമയത്താണ് അതിന്റെ ഫലം വന്നില്ല. അത് നെഹ്റുവിന്റെ കുഴപ്പമല്ല, മോഡിയുടെ ഗുണമല്ല. അതങ്ങനെയാണ് സംഭവിക്കുള്ളൂ. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. നല്ല സ്കൂൾ കെട്ടിടങ്ങൾ, നല്ല കോളേജ് കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ സ്കൂളുകൾ കൊള്ളാം, റോഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, റോഡുകൾ ഉണ്ടായിട്ടെങ്കിൽ പല സ്ഥലത്തും ഇപ്പോഴും റോഡ് ടാർ ചെയ്ത് 4 ദിവസം മഴ ചെയ്ത് അപ്പോഴും പൊടി. അതുകൊണ്ടാണ് റിയാസ് ഊരാളങ്കൽ സൊസൈറ്റിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഒരു സ്ഥിരം കോൺട്രാക്ടർ ടീമുണ്ട്. ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. കിട്ടുന്നതിൻ്റെ 40% രാഷ്ട്രീയക്കാർക്ക് ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുക്കണം. പിന്നെ അവരുടെ ചിലവും എഞ്ചിനീയർമാർക്കുള്ളവർക്ക് കൊടുക്കണം. അവസാനം കൂടി റോഡ് പണിക്ക് 20% അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ പാവങ്ങൾക്ക് കൃത്യസമയത്ത് ബില്ല് ഓക്കെ ആക്കിയിട്ട് ഏതെങ്കിലും എഞ്ചിനീയർ ഒരു ഈഗോ കാണിച്ചാൽ മതി, ബില്ല് അവിടെ കിടക്കും. അവസാനം കടം കുഞ്ഞുകൂടി പിന്നെ ഈ എഞ്ചിനീയർമാരല്ല, ഈ പാവം കോൺട്രാക്ടർമാരെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയാണ്. കോൺട്രാക്ടർമാരെ കുറ്റം വന്നിട്ട് കാര്യമില്ല.
അപ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ള ഒരു ആംബിയർ ഉള്ള ഒരു മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഈ സിസ്റ്റത്തെ അതിന് ഉടച്ചു വാക്കേണ്ടിയിരുന്നു. അത് സുധാകരൻ ആയിരുന്നല്ലേ പൊതുമരാമത്ത് കൈകാര്യം ചെയ്തല്ലേ, സുധാകരനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ചെയ്തുകൂടായിരുന്നു. അല്ല, സുധാകരൻ അത്തരത്തിൽ ആ സിസ്റ്റത്തിനെ ഒന്നും ഉടച്ചു വാർക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് ഇപ്പോഴത്തെ ഇത് വേണം ഫിനാൻസ്. ഐസക്കിന് അത് കഴിഞ്ഞില്ല. അതാ പറഞ്ഞത്, ഐസക് കൂടുതൽ കുഴപ്പത്തിലാക്കേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് റിയാസ് പറഞ്ഞത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി കൂടെ ഫാസ്റ്റ് ആയിട്ട് അവർ ജോലി ചെയ്യും, കൃത്യസമയത്ത് തീർത്തു കൊടുക്കും, വലിയ വെട്ടിപ്പോ നടത്തിയല്ല, പിന്നെ കുറച്ചൊക്കെ അവർ തിരിച്ചടയ്ക്കും. ഇതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഊരാളുങ്കലിലെ കണ്ടു പിണറായി വിജയൻ എന്തോ കുടുംബ സ്വത്താണ്. അവിടെ കോഴിക്കോട് വടകര നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു സാധനമാണ്, ഒരു സൊസൈറ്റിയാണ്. അവരിങ്ങനെ ആദ്യമൊക്കെ ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ തന്നെ 2000 എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഓട് വരിട്ട് അറിയാൻ വന്നു. അന്നപ്പാണ് ഈ സൊസൈറ്റിയെ പറ്റി അറിയുന്നത്. അപ്പം അന്നത്തെ ഇവർ ചെയ്തു പോയ ടാങ്ങിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സാധാരണ ടാറ ചെയ്ത് അടുത്ത മാസയ്ക്ക് ഒലിച്ചു പോകുമായിരുന്നു. പക്ഷേ ഇവർ ചെയ്തത് പിന്നെയും നിന്നു. പിന്നെ ഞാൻ ഡൽഹിയിലൊക്കെ പോയി 10 വർഷം കഴിഞ്ഞാൽ ആ ഡോറിൽ ആ റോഡിൽ ചെറിയ പാച്ച് വർക്ക് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. ആ രീതി ഇപ്പോഴല്ലേ നിങ്ങൾ തിരുവനന്തപുരത്ത് വരെ അവർ പറ്റി അറിയുന്നത്. അങ്ങനെ ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അവർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നത്. അതാണ് റിയാസ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ കോൺട്രാക്ടർമാരെ കുറ്റം പറയില്ല, ഈ കോൺട്രാക്ടർമാരെ ഇങ്ങനെ ആക്കുന്ന സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെ നവീകരിക്കാനാണ് ആംബിയർ ഉള്ളൊരു ഭരണാധികാരി ശ്രമിക്കുന്നത്. പിണറായി വിജയന് ആംബിയർ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിണറായി അദ്ദേഹത്തെ വന്ന ഫസ്റ്റ് ടൈമിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെ അത് ആ ഒരു ടെമ്പോ നിലനിർത്താൻ പറ്റിയില്ല. ആ ടെമ്പോ നിലനിർത്താൻ ആ ഒരു സിസ്റ്റത്തെ ഉടച്ചു മാക്കേണ്ടിയിരുന്നു. ആ സിസ്റ്റത്തെ ഉടച്ചു മാക്കാൻ ആർക്കും ധൈര്യമില്ല. ഉടച്ചു മാറാൻ വരുമാനം ഇപ്പോൾ ഓരോ ഇലക്ഷനും മത്സരിക്കണ്ടേ. ഇപ്പം എന്നോട് ഇത്തവണത്തെ ഇപ്പോൾ MP ആയിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എടാ ഏറ്റവും എളുപ്പമൊന്നല്ലേ ഇലക്ഷൻ, ഇവർക്ക് താല്പര്യമില്ലേ ഇലക്ഷൻ മത്സരിക്കാം, പക്ഷേ ഇവരെ പാർട്ടി ഫണ്ട് കൊടുത്താണ് മത്സരിച്ചത്. എന്നോട് എടാ ചുരുങ്ങിയത് ലോക്സഭയിൽ മത്സരിക്കും 3 കോടി രൂപയാണ് എന്നാണ് പറഞ്ഞത്. ഏറ്റവും നടക്കില്ല ലോക്സഭയിൽ. പക്ഷേ ഇവർ പറയുന്ന ഫണ്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എത്ര 10 പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നടക്കില്ല. അപ്പം ഈ സിസ്റ്റം ഇതിങ്ങനെ ഒരു വിഷ്യസ് സർക്കിളാണ്. അപ്പോൾ ഈ സിസ്റ്റത്തെ ഒരു ആംബിയറുള്ള ആംബിയറുള്ള ഒരു ധനകാര്യമന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പിടിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ, അതായത് ഈ ഒരു സെൻട്രൽ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം സെൻട്രൽ കമ്മിറ്റിയിൽ പറയാം, പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പറയാം, സെക്രട്ടേറിയറ്റിൽ പറയാം, ഇങ്ങനെയെല്ലാം ഒരു അദ്ദേഹത്തിന് വേദികളുണ്ടെങ്കിൽ, ഓപ്ഷൻ ഉണ്ടായിരുന്നിട്ട് ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു സാധനം ജനങ്ങളെ, അപ്പോൾ അതിന് പാർട്ടി ഇദ്ദേഹത്തിനോടും വിശദീകരണം ചോദിക്കുകയും നടപടി ചോദിക്കുകയും ചെയ്യേണ്ടതല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് രീതി? അതുണ്ടാകുമോ? അത് അറിയില്ല. ഇയാൾ യെച്ചൂരി ആയിട്ട് നല്ല ബന്ധമാണ്. ഇവിടെ പിടിക്കാൻ തോന്നി യെച്ചൂരി അവിടെ നിന്ന് പറയും വിളിക്കല്ലെന്ന്. പകരം യെച്ചൂരിക്ക് അങ്ങനെയും പകരം ഇവിടെ വേറെ ചില ആളുകളെ ഒതുക്കാൻ വേണ്ടി യെച്ചൂരി സഹായിക്കുകയും ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഈ തോമസ് ഐസക് ആളാകാൻ വേണ്ടിയിട്ടും ഈ പറയും പോലെ ഏതെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ മുമ്പ് അത് കയറി നിന്നിട്ട് ഞാനാണ് ഇതിൻ്റെ ആളെന്ന് കാണിക്കാനും വേണ്ടിയിട്ടുള്ള സംഭവം എന്താണെന്നല്ല. യെച്ചൂരിക്ക് ഇയാളെ മുഖ്യമന്ത്രിയാക്കി കാണാൻ വലിയ ആഗ്രഹമുണ്ട്. ഇവരൊക്കെ ഇംഗ്ലീഷ് പറയുന്ന, അത് മനോരമയ്ക്ക് ഒരിക്കൽ ഉണ്ടാകുന്ന ഒരു ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? ഒരു ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴേക്കും തോമസ് ഐസക്കിൻ്റെ ഫുൾ പടം വെച്ച് ഒരു വലിയൊരു 1-ാം പേജ് അടിച്ച ഓർമ്മ എനിക്കുണ്ട്. മനോരമ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള തന്ത്രം എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ പിന്നീട്. സത്യമായി പിണറായിനോട് ബഹുമാനം തോന്നുന്നിങ്ങനെ. പിണറായി ഇത്തരം ഉടായ്പകളെ മൂപ്പർ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് എന്തോട് കൂടെ നിർത്തി എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് BS-നെതിരെയുള്ള നീക്കത്തിൽ ഇവരെല്ലാവരും വേണ്ടിയിരുന്നു. അതൊരു ആശയ സമരമാണ്. BS-ന്റെ പാർട്ടി ആണെങ്കിൽ ഈ വീട് മരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പാർട്ടി ഇവിടെ ഇല്ലാതെ ബംഗാളിൻ്റെ അവസ്ഥയായി പോവുകയായിരുന്നു. പിണറായിയാണ് ഇതിനെ കുറച്ചും കൂടി ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആക്കി മാറ്റിയത്. അതിന് കൂടെ കുറേ എലിമെൻറ്റ്സ് മറ്റേ നടന്നുകൂടിയെന്നല്ലാതെ BS-ന്റെ സമയത്ത് ട്രേഡ് യൂണിയനിസം, പിന്നെ വെട്ടി നിരത്തൽ എന്തൊക്കെയായിരുന്നു. അതൊക്കെ BS ഈ പിണറായിയാണെന്ന് ഒതുക്കിയത്. ഇപ്പോഴും പോലും നോക്കി കൂടിയുണ്ട്. പിണറായിക്ക് ഒതുക്കാൻ പറ്റിയ SFI-ക്കാരെയാണ്. ആ കാലത്ത് SFI വലിയ തലവേദനല്ലേ. SFI ഒതുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ ആലോചിക്കുക, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണ് അങ്ങനെയെന്നുള്ളതാണ്. ഞാൻ ഇവരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്കുള്ള സോഴ്സുകളൊന്നും ഞാനിപ്പം വിളിക്കാറില്ല. കാരണം വെച്ചാൽ ഇപ്പം പാർട്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ഒരു സിദ്ധാർത്ഥ വിഷയം വല്ലാതെ പിണറായിയെ ഉപദ്രവിച്ചതാണ്. എന്നിട്ട് വീണ്ടും അതിനെ ഇങ്ങനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചിലപ്പോൾ എനിക്കറിയില്ല. അദ്ദേഹം മൊബൈലായിട്ടുള്ള സോഴ്സുകളൊന്നും ഇപ്പം എനിക്ക് അടുത്ത കാലത്ത് ഞാൻ കുറച്ച് കാലമായി ഭരണത്തിൽ വന്നതിന് ശേഷം എൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ബന്ധമുള്ള ആളുകളെ ഞാൻ പൊതുവെ അകന്നു വെക്കും. ബന്ധമില്ലാത്ത ആളുകളാണ് ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. ഇപ്പം ബന്ധമുള്ള ആളുകളാണ് നമ്മളെന്ത് ഒരു അവതാരം എന്നുള്ള ഇമേജ് ഉണ്ടാക്കണ്ടല്ലോ. നമുക്ക് തോമസ് ഐസക്കിൻ്റെ വിഷയത്തിൽ ഇനിയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോസ്റ്റുകൾ ഇനിയും വരും. ഞാനാണ് കേമൻ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പോസ്റ്റുകൾ ഇനിയും വരുമായിരിക്കാം. പാർട്ടിക്ക് നടപടിയെടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പഴയ രീതിയിലാണ് തിരുത്തും എന്ന് പറയുന്ന പാർട്ടിക്ക് തിരുത്തലിൻ്റെ ഇത് കാണിക്കേണ്ടത് ഇത്തരത്തിലുള്ള നേതാക്കൾ. പ്രശ്നം എന്താ പറയുക, ഇപ്പം ഈ കമ്മിറ്റി കൂടിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു പരിധി കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് മൂപ്പര് ആ സമയം ഉപയോഗിക്കുക. പക്ഷേ അവസരം ഉപയോഗിക്കുകയാണ് തോമസ്. ശരിയില്ലാത്തൊരു സംഭവമാണ്. അത്രയേ ഉള്ളൂ.